ഹലോ ഗൈസ്, ഇന്ന് ചെയ്യാൻ പോണത് ഒരു പട്ടുപാവാടയാണ്. ആർക്കുമല്ല, വൈഫിനാണ്. സാരിയിലാണ് പട്ടുപാവാട ചെയ്യാൻ പോണത്. ഫസ്റ്റ് ഒരു പട്ടുപാവാട, പിന്നെ ധാവണി. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ ഉള്ളത്. ഒരു ഡ്രസ്സിൽ തന്നെ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുന്ന രീതിയിൽ. വൈഫ് കിട്ടുന്ന ഒരുവിധം ഡ്രസ്സ് ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യൽ. ഞാൻ റെഡിമെയ്ഡ് അങ്ങനത്തെ ഒന്നും വാങ്ങൽ കുറവാണ്, വാങ്ങാറില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഏതെങ്കിലും കസ്റ്റമർ വന്നാലോ കോള് വന്നാലോ പോയി. അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഈ കട്ടിങ്ങും അതേപോലെ അളവെടുക്കലും സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ്. അതിൻ്റേതുള്ള തിരക്ക് കൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ്ങൊന്നും കാണിക്കാൻ പറ്റാത്തത്. ഏതായാലും ഒരു ദിവസം ഫുള്ളായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് സാരീൻ്റെ ഒരു ഭാഗം വീതി കൂടിയ ബോർഡറും ഒരു ഭാഗം ചെറിയ ബോർഡറാണ്. അപ്പോൾ ഞാൻ ബോർഡർ വലുതായി കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വലിയ ബോർഡറിൻ്റെ ഒപ്പം ഈ ചെറിയ ബോർഡറും കൂടെ ജോയിൻ്റ് ചെയ്യുകയാണ്. അതാണ് ഇത്. കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴേക്ക് ഒരു കോള് വന്നു, അതുകൊണ്ട് പാവാട കട്ടിങ് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഈ ഒരു ബോർഡറിൻ്റെ വീതിൻ്റെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടോ. അപ്പോൾ ഒരുവിധം നല്ല വീതിയുള്ള ബോർഡറാവും. അപ്പോൾ ഒരുവിധം ഇപ്പോൾ എല്ലാ സാരിക്കും അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് ഒരുവിധം പട്ടുപാവാട, ധാവണി, സാരി, ചുരിദാർ അതുകൊണ്ട് ട്രഡീഷണലായിട്ട് കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് പഫ് കൈയാണ് എനിക്ക് ഇതേപോലെ കൂടുതൽ ഇഷ്ടം. ഒരുവിധം എൻ്റെ വൈഫിൻ്റെ ഒരു ഡ്രസ്സിലൊക്കെ കാണാം പഫും ഉണ്ടാവും, അതേപോലെ ട്രഡീഷണൽ ലുക്കായിരിക്കും. ഇതാ, അപ്പോൾ ഏകദേശം ഇത് ഇത്ര വീതി കിട്ടും. അപ്പോൾ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്തു. ജോയിൻറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ബ്ലൗസിനുള്ളത്. ആ ഗ്യാപ്പിലും എനിക്കൊരു കോള് വന്നു. അപ്പോൾ ഒരുവിധം സ്പീഡിൽ മാർക്ക് ചെയ്യണം. ഇത് വൈഫിൻ്റെ പഴയ അളവാട്ടോ. അപ്പോൾ അളവ് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ആ അളവിൽ തന്നെ കട്ട് ചെയ്യാണ്. അപ്പോൾ കഴുത്ത് വെച്ചുള്ളത് വി ചതുരാണ് വെച്ചത്. വി അല്ല, വി ചതുരായിട്ട് സ്ട്രെയിറ്റ് വന്നിട്ട് പിന്നെ ഒരു വി വരില്ലേ, ആ ഒരു കഴുത്ത്. ആ കഴുത്തിനോട് പ്രത്യേകം എനിക്കൊരു ഇഷ്ടമുണ്ട് കേട്ടോ. അതേപോലെ വൈഫിന് ഉള്ള ഡ്രസ്സിലും ഒരുവിധം ആ കഴുത്ത് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓപ്പണിൻ്റെ അവിടെയും സ്റ്റിച്ച് വരുന്ന അവിടെയൊക്കെ കട്ട് ചെയ്യാണ്. ഞാൻ ഈ ഓൺ വോയിസ് കൊടുക്കും. ഈ വോയിസ് കൊടുക്കുന്ന സമയത്തും കോളൊക്കെ വരുന്നുണ്ടായിരുന്നു, അതാണ് ഇടയ്ക്ക് കട്ടായി പോകുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തു. ബാക്ക് ഭാഗം ഫ്രണ്ട് ഭാഗത്തെ കഴുത്തിൻ്റെ സ്കെച്ച് വെച്ചിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് കഴുത്തിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്യും. ഈ ഓൺ വോയിസ് കൊടുക്കുമ്പോഴേ ഒരു ടെൻഷനാണ്. ഇതാണ്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് മോഡലാണ്. ആ ഒരു ടെക്ക് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് സ്ലീവ്, പഫ് സ്ലീവാണ് വരുന്നത്. അപ്പോൾ അതിനാണ് ഈ നാലായിട്ട് മടക്കി വെച്ചു. ഇത് എൻ്റെ പഫ് സ്ലീവിൻ്റെ സ്കെച്ചാണിത്. ആ സ്ലീവിൻ്റെ സ്കെച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുകയാണ്. ഇതാണ് പഫ് സ്ലീവ്. ഇത് വൈഫ് ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല വിടർന്ന് നിൽക്കുന്ന പഫായിരിക്കും. ചില കസ്റ്റമർ പറയും പഫ് അത്ര പൊന്തണ്ടെന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് ഈ സ്കെച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ സംഭവം അത്ര പൊന്തലും ഉണ്ടാവില്ല, ഒതുങ്ങി നിൽക്കുന്ന പഫായിരിക്കും. എനിക്ക് പക്ഷേ പഫ് പൊന്തിയതാണ് ഇഷ്ടം. കാരണം ഒന്ന് വിടർന്ന് ഇങ്ങനെ ബോ പോലെ അങ്ങനെ വിടർന്ന് നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ ഇരിക്കുക. അപ്പോൾ നല്ല പീസിൽ വെച്ച് നോക്കുകയാണ്. എങ്ങനെയായാലും കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടോ, ആൾ ചെറുതായിട്ട് മെലിഞ്ഞ പോലെ തോന്നി. വയറിൻ്റെ അവിടെ ചെറിയൊരു ലൂസും ചുളിവും വന്നിട്ടുണ്ട്. ഞാൻ തിരിയാനൊക്കെ പറഞ്ഞപ്പോൾ തിരിയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ.